ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള വിഷ്യസ് എന്ന ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് എടുക്കാം. വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ പോളി എന്ന പെണ്ണിനെ കാണിക്കുന്നത്. അവൾ അവളുടെ വീട്ടിൽ തനിയാണ് താമസിക്കുന്നത്. അവൾക്ക് അച്ഛനില്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അമ്മയും ചേച്ചിയും അവളുടെ മകളും മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അവളുടെ വീടിൻ്റെ കോളിംഗ് ബെൽ ആരടിക്കും. ആരാണെന്ന് ചെന്ന് നോക്കിയാൽ ഒരു മുത്തശ്ശി. മോളെ, എൻ്റെ മോനെങ്ങാനും ഇവിടേക്ക് വന്നിരുന്നോ? ഇല്ല മുത്തശ്ശി. ഇവൾക്ക് മുത്തശ്ശി ഏതാണെന്നോ മുത്തശ്ശിയുടെ മകൻ ഏതാണെന്നോ ഒന്നും അറിയില്ല. ആ മുത്തശ്ശിക്ക് ഏകദേശം 10-80 വയസ്സുണ്ട്. മുത്തശ്ശിക്ക് വീടും കാര്യങ്ങളൊന്നും അറിയാതെ വാതിൽ തട്ടിയതാണെന്ന് തോന്നുന്നത്. ഓ, അപ്പോൾ ഞാൻ വീട് തെറ്റി കയറിയതായിരിക്കും പറഞ്ഞ് മുത്തശ്ശി തിരിച്ചു പോകാൻ നിൽക്കുക. വളരെ പ്രായം ചെന്ന സ്ത്രീ. സമയമാണെങ്കിൽ ഒത്തിരി ഇരുട്ടായിട്ടുണ്ട്. ഈ നേരത്തെ മുത്തശ്ശിയെ തനിയെ പറഞ്ഞയക്കുന്നത് ശരിയല്ലെന്ന് വിചാരിച്ച് അവൾ മുത്തശ്ശിയെ അകത്തേക്ക് കൊണ്ടുപോകും. അകത്ത് കയറിയ ഉടനെ മുത്തശ്ശി കുടിക്കാൻ വെള്ളം കേൾക്കും. ഇവളും അതെടുക്കാനായിട്ട് പോയി. അന്നേരം അവിടെയുള്ള ഫോട്ടോസ് എല്ലാം മുത്തശ്ശി നോക്കും. അതിൽ ഇവളുടെ ഫാമിലിയിൽ കൂടെ നിൽക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ട്. അവൾ വെള്ളം എടുത്ത് വന്ന ഉടനെ മുത്തശ്ശി, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? നിനക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ കേൾക്കും. ഇല്ലില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതെൻ്റെ ചേച്ചിയുടെ മോളാ. ഓ ശരി ശരി. ഇതും പറഞ്ഞ് മുത്തശ്ശി ഒരു കറുപ്പ് കളർ പെട്ടി ഇവളുടെ മുൻപിൽ വെക്കും. ശേഷം പെട്ടി തുറന്ന് അതിൽ നിന്ന് മണൽ ഘടികാരം എടുത്തു വെച്ച്, ഇതിൽ നിന്ന് നിന്റെ സമയം തുടങ്ങിയിരിക്കുന്നെന്ന് പറയും. ഹീറോയിൻ ഒന്നും മനസ്സിലാകില്ല. ഇനി ഈ നിമിഷം മുതൽ നിനക്ക് വീട് വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ അത് നിനക്ക് തന്നെ ആപത്താണ്. തീർച്ചയായിട്ടും അധികം വേഗത നീ മരിക്കും. ഇത് കേട്ട് അവൾ ആകെ ഷോക്കായിപ്പോയി. വേഗം പെട്ടിയും ചട്ടിയെല്ലാം എടുത്ത് മുത്തശ്ശി വീടിന് പുറത്താക്കി. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അവൾ കതക് തുറന്നാൽ അവിടെ ആ മുത്തശ്ശിയില്ല. പകരം പെട്ടി അവിടെ റോട്ടിൽ കിടപ്പുണ്ട്. ഇന്നേരം അവൾ അമ്മയെ ഫോൺ ചെയ്ത് ആ പെട്ടിയുടെ അടുത്തേക്ക് നടന്നു വരും. അവൾ മുത്തശ്ശി വന്നതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയും. പക്ഷെ അമ്മ അത് അത്ര കാര്യമാക്കില്ല. അതൊന്നുമില്ല, നീ പേടിക്കാതെ തിരിച്ച് വീട്ടിൽ കയറി കഥ കടച്ചിട്ടെന്ന് പറയും. ഇവളും വേഗം അകത്ത് കയറി വാതിലടച്ചു. ഈ സംഭവങ്ങൾക്ക് ശേഷം അവൾ ഒരു കുളി പാസ്സാക്കി മുറിയിൽ വന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കും. പിക്ക് എടുത്തതിന് ശേഷം ഫ്രണ്ട്സിന് അതെല്ലാം സെൻഡ് ചെയ്ത് ചാറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവളുടെ പുറകിൽ ഒരു കൊടൂരമായിട്ടുള്ള പ്രേതമിരിപ്പുണ്ട്. അത് അവൾക്കറിയില്ല. പോളി. ഈ വിളി കേട്ട് ഞെട്ടി അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവിടെ ആരുമില്ല. പേടിച്ച് പതറി ഇവൾ താഴോട്ടോടി ഫോൺ എടുത്ത് അമ്മയെ വിളിക്കും. അമ്മ ഈ വീട്ടിൽ ആരോ ഉണ്ട്, എനിക്ക് പേടിയാവുന്നു. പേടിക്കാതെ നീ ധൈര്യമായിട്ട് മുകളിൽ പോയി നോക്ക്. ചിലപ്പോൾ ഇതെല്ലാം നിനക്ക് തോന്നുന്നതായിരിക്കും. പോയി അവിടെയെല്ലാം നോക്ക്. അമ്മയുടെ വാക്ക് കേട്ട് അവൾ അവിടെ മൊത്തം നോക്കി. അവിടെയൊന്നും ആരുമില്ല. ഒരു പക്ഷേ മുൻപുണ്ടായ സംഭവങ്ങൾ ആലോചിച്ചിരുന്നാലായിരിക്കും ആരും ഉള്ള പോലെ ഫീൽ ചെയ്തെന്ന് ചിന്തിച്ച് താഴെറങ്ങി ഒരു സിഗരറ്റ് വലിക്കും. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ദേ ആ ബോക്സ് അവളുടെ മുൻപിലിരിക്കുന്നു. ഉടനെ അമ്മയെ കോൾ ചെയ്ത് കാര്യം പറയും. പേടിക്കാതെ നീ ധൈര്യമായിട്ട് പെട്ടി തുറക്ക്. അവളും കേട്ട പാടെ പെട്ടി തുറന്നു മണൽ ഘടികാരം പുറത്തെടുത്ത് വെക്കും. ഇന്നേരം മുത്തശ്ശി പറഞ്ഞ അതേ വാക്കുകൾ അവളുടെ അമ്മ പറയും. അധികം വേഗത നീ മരിക്കും. നിന്റെ സമയം അടുത്തു തുടങ്ങി. ഇവൾക്കൊന്നും മനസ്സിലാകില്ല. അമ്മ എന്തീ പറയുന്നേ? അമ്മയോ? ആര് നിന്റെ അമ്മ? ഇത് പറഞ്ഞ് ഭയങ്കരമായിട്ട് അത് അട്ടഹാസിക്കും. ഇത് കേട്ട് പേടിച്ച് അവൾ ഫോൺ കട്ടാക്കി. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ വീണ്ടും ഒരു കോൾ വരും. നേരത്തെ വിളിച്ച അതേ ശബ്ദം. അത് അവളുടെ അമ്മയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ദുരാത്മാവായിരിക്കും. നീ കളയുന്ന ഓരോ നിമിഷവും നിന്റെ മരണത്തിലേക്കുള്ള സമയം കുറയ്ക്കും. ആദ്യം നീ ആ പെട്ടി തുറക്ക്. അതിൽ നീ 3 കാര്യങ്ങൾ ചെയ്യണം. ആദ്യത്തേത്, നിനക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം, അത് നീ പെട്ടിയിൽ വെക്കണം. രണ്ടാമത്തേത്, നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, അത് നീ ഈ പെട്ടിയിൽ വെക്കണം. മൂന്നാമത്തേത്, നീ ഏത് വേണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഇതിലിടണം. ഈ 3 കാര്യങ്ങളും സമയം അവസാനിക്കുന്നതിന് മുൻപ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നീ നിന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. ഇവൾ വേഗം ഓടിപ്പോയി പെട്ടി തുറന്ന് അതിൽ സിഗരറ്റിന്റെ പാക്കറ്റ് വെക്കും. ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സിഗരറ്റ് വലിക്കുന്നതാ. സത്യത്തിൽ അത് അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് വലിക്കുന്ന ജീവനാപത്തല്ലേ. അതുകൊണ്ട് അത് അവൾ അതിലിടും. കുറച്ചു നേരം കഴിഞ്ഞ് പെട്ടി തുറന്നു നോക്കിയാൽ സിഗരറ്റ് പാക്കറ്റ് അതിൽ തന്നെ ഇരിപ്പുണ്ട്. അവൾക്കൊന്നും മനസ്സിലാകില്ല. അതേ നേരം അവളുടെ തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞ പോലെ ആകെ ഒരു അസ്വസ്ഥത. ഇന്നേരം അവളുടെ വായിൽ നിന്ന് ഒരു കീ പുറത്തേക്ക് വരും. അത് കണ്ട് അവൾക്ക് എന്തു തോന്നിയെന്നറിയില്ല. അവൾ വേഗം പുറത്തു പോയി അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ സഹായം കേൾക്കും. എൻ്റെ ഫോൺ വർക്കാകുന്നില്ല, എനിക്ക് അർജന്റായിട്ട് പോലീസിനെ കോൾ ചെയ്യണം, ഫോണൊന്നും തരുമോ? പക്ഷെ ആ സ്ത്രീ അവളെ മൈൻഡ് പോലും ചെയ്യില്ല. ഫോണിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ശേഷം ആൻറ്റി ഒരു കത്തി കൊണ്ടുവന്ന് അവളുടെ മുഖത്തൊരു കുത്തി. എന്താ ഈ ആൻറ്റി കാണിക്കുന്ന വെച്ച് അവൾ ഓടിച്ചെല്ലും. അതായത് ഇവൾ ആരുടെങ്കിലും അടുത്ത് പോയി സഹായം കേൾക്കുകയോ ആരെങ്കിലും ഇവളുടെ വീട്ടിലേക്ക് വന്നാലോ അവർക്ക് മരണം ഉറപ്പാണ്.
ആൻറ്റി വീണ്ടും വീണ്ടും കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ കുത്തി അവൾ മരിക്കും. ഇത് കണ്ട് പേടിച്ച് പതറി അവൾ തിരിച്ച് വീട്ടിലേക്ക് ഓടി വരും. എന്നാലും എന്തായിരിക്കും ഈ പെട്ടിയിൽ വെക്കേണ്ട സാധനം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ പോളിക്ക് അവളുടെ അച്ഛനെ ഓർമ്മ വരും. ഇവളുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഇപ്പോൾ അവൾ ചട്ടപ്പെടാന്ന് മുകളിലേക്ക് കയറി വന്ന് അവിടെ ആ മുറിയുടെ ഉള്ളിൽ ഇനി ഒരു മുറി കൂടിയുണ്ട്. അതിലൊരു അലമാരയുണ്ട്. അതിൻ്റെ കീയാണ് നേരത്തെ അവൾക്ക് കിട്ടിയത്. കീ ഉപയോഗിച്ച് അലമാര തുറന്നപ്പോൾ അച്ഛനോട് ചേർന്ന് അവളെടുത്ത ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിലെല്ലാം അച്ഛൻ്റെ കഴുത്തിൽ ഒരു കുരിശുമാല കിടപ്പുണ്ട്. അത് അവൾ അവിടെ മുഴുവൻ തേടാൻ ആരംഭിക്കും. അതേ നേരം മുറിയുടെ കതക് താനെ അടയും. അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവൾ തേടി തേടി ഒരു വിധന ചെയിൻ കണ്ടുപിടിക്കും. കിട്ടിയ പാടെ അതെടുത്ത് മുറി വിട്ട് പുറത്തിറങ്ങാൻ നോക്കിയാൽ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം ആരുടെയോ കൈകൾ വന്ന് ഇവളെ തൊടും. ടക്കെന്ന് തിരിഞ്ഞു നോക്കിയാൽ ആരെയും കാണാനില്ല. എന്നിരുന്നാലും അവൾ അവിടെ മൊത്തം നോക്കും. ഇന്നേരം അവളുടെ അച്ഛൻ്റെ ആത്മാവ് അവളെ പിടിക്കാൻ വരും. ഇന്നേരം അപ്പനും മോളും കൂടി ഡോറിലേക്ക് വീണു. ഇതോടെ ഡോർ ഓപ്പണായി. അത് കഴിഞ്ഞ് നോക്കിയാൽ ഈ അപ്പൻ അവളെ പിടിച്ച് വലിച്ച് അവിടെയുള്ള കട്ടിലിൻ്റെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ നോക്കും. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അപ്പൻ അപ്രത്യക്ഷനാകും. ഇവൾ ജീവനം കൊണ്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൻ്റെ ചെയിൻ പെട്ടിയിൽ വെച്ച് ഐ ഹേറ്റ് യു എന്നും പറഞ്ഞ് പെട്ടി അടയ്ക്കും. ഇവൾക്ക് ഇവളുടെ അച്ഛന് ഒത്തിരി ഇഷ്ടമാണ്. ഇവളുടെ വളരെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് അവൾക്ക് ദൈവത്തിലുള്ള വിശ്വാസമില്ലാതായി. ദൈവത്തിന് ഇഷ്ടമല്ലാതായി. അവളുടെ അച്ഛൻ മരിച്ചു പോകാൻ കാരണം ദൈവമാണെന്ന് അവൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ കുരിശ് അവൾക്ക് കണ്ണി നേരെ കണ്ടുകൂടാ. കുറച്ച് സമയം കഴിഞ്ഞ് പെട്ടി തുറന്നു നോക്കിയാൽ കുരിശുമാല അതിലില്ല. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം. അങ്ങനെ അവിടെ ഇരിക്കുന്ന നേരം പോളി പോളി ആരും വിളിക്കുന്നതായിട്ട് അവൾക്ക് തോന്നും. പക്ഷെ ആരും ഉണ്ടാകില്ല. ഇന്നേരമാണ് അവിടെയുള്ള വലിയ കണ്ണാടി അവൾ ശ്രദ്ധിക്കുന്നത്. കണ്ണാടിയിൽ അവളുടെ രൂപം അവൾക്ക് കൃത്യമായിട്ട് കാണാം. ഒന്നും കൂടി കണ്ണാടിയുടെ അടുത്തോട്ട് ചേർന്ന് നിന്നില്ല. അത് അവളുടെ രൂപത്തിലുള്ള പ്രേതമായിരുന്നു. അത് അവളോട് നിനക്ക് പറഞ്ഞ സമയം പോയിക്കൊണ്ടിരിക്കാം, വേഗം വേഗം അടുത്ത് പോയി ചെയ്യെന്നും പറഞ്ഞ് തല ചില്ലിലിടിക്കും. ആ പ്രേതത്തിന്റെ കയ്യിലുള്ള അതേ കത്രിക ഇപ്പൊ ഇവളുടെ കയ്യിലുണ്ട്. പ്രേതം തല കണ്ണാടിയിൽ അടിച്ച് തലയിൽ നിന്ന് ചോര ഒഴുകുന്നത് കണ്ട് അവൾ പേടിച്ച് പുറകിലോട്ട് നീങ്ങിയാൽ അവിടെ ആ പ്രേതം രക്തം പുരണ്ട മുഖത്തോടെ നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് നടുങ്ങി അവൾ താഴെ വീണു. അതേസമയം ഇവളുടെ ഫോണ് വർക്കാവാൻ തുടങ്ങി. അത് റിങ് ചെയ്യും. ആരാണെന്ന് ചെന്ന് നോക്കിയാൽ അവളുടെ അമ്മ. അവൾക്ക് അത് പ്രേതാണോ അത് ശരിക്കും അവളുടെ അമ്മയാണോ കോൾ ചെയ്യുന്ന ആകെ ഒരു കൺഫ്യൂഷൻ നിൽക്കുക. എന്നിരുന്നാലും അവൾ അത് അറ്റൻഡ് ചെയ്തു. എന്താ മോളെ, നീ ഒത്തിരി തവണ ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ നിന്റെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്, വന്ന് വാതിൽ തുറക്ക്. അത് ശരിക്കും അവളുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ വാതിൽ തുറക്കാൻ പോകും. ആ പ്രേതം പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും അവൾക്ക് സഹായം ചെയ്താൽ അവരെയും കൊല്ലുന്ന. അതുകൊണ്ട് അമ്മയുടെ കാര്യം പറയാൻ ഓടിച്ചെന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വാതിൽ താനെ ലോക്കാകും. ഇത് കണ്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂൾ എടുത്ത് എറിഞ്ഞ് ജനൽ പൊട്ടിക്കാൻ നോക്കും. പക്ഷെ ഗ്ലാസ്സിന് ഒന്നും സംഭവിക്കില്ല. ഇതേ നേരം TV ഓണായി. അതിൽ അവളുടെ ചേച്ചിയുടെ മകളെയും അവളുടെ കാലിലെ വിരലുകളും കാണിക്കും. ഇത് കണ്ട് അവൾക്ക് കാര്യം പിടികിട്ടും. അത് തൻ്റെ കാലിലെ വിരലുകളാണ് ആവശ്യപ്പെടുന്നതെന്ന് വിചാരിച്ച് പച്ചയോടെ അവൾ വിരൽ മുറിക്കും. വേദന കൊണ്ട് അവൾ വാ വിട്ട് കരയും. അതെല്ലാം സഹിച്ച് അവൾ ആ വിരൽ പെട്ടിയിൽ കൊണ്ടുവയ്ക്കും. ശേഷം കാലിലെ മുറിവ് കിച്ചണിൽ പോയിട്ട് തുണി വെച്ച് കെട്ടിവെക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പെട്ടി തുറന്നു നോക്കിയാൽ വിരല് അതേപടി അതിലിരിപ്പുണ്ട്. അത് കണ്ട് അവൾക്ക് ആകെ ഒരു മാതിരിയാകും. കാരണം ഈ പ്രാവശ്യം ചെയ്തത് തെറ്റുത്തരമാണ്. അതുകൊണ്ട് അവൾക്ക് നഷ്ടമായതോ ഓരോ വിരല്. അതാലോചിച്ച് പ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോൾ മിററിൽ അവളുടെ രൂപത്തിലുള്ള ദുരാത്മാവ് പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ കൈ ഗ്ലാസ്സിൽ വെക്കും. നമ്മുടെ ദേവദൂതനിലെ അലിനിയുടെ മഹേഷന്റെ കയ്യിലെ വിരൽ കട്ട് ചെയ്ത പോലെ അതിൻ്റെയും കയ്യിലെ ചൂണ്ടുവിരൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ അവളും അവളുടെ കയ്യിലെ ചൂണ്ടുവിരൽ കട്ട് ചെയ്ത് ബോക്സിലാക്കി അടച്ചു വെക്കും. കുറച്ച് സമയത്തിന് ശേഷം തുറന്നു നോക്കിയാൽ വിരല് പ്രേതം എടുത്തിട്ടുണ്ടായിരിക്കും. ഈ പ്രാവശ്യം അവൾ കറക്റ്റ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. കാരണം ഇവൾ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കും. അതുകൊണ്ട് പ്രേതം ഈ വിരല് കെട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം സിഗരറ്റാണ്. ശേഷം മുറിവെല്ലാം വെച്ച് കെട്ടിയിരിക്കുമ്പോൾ ഇത്രയും നേരം ലോക്കായിരുന്ന കതക് തനിയെ തുറക്കും. ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് ഉള്ള ജീവനം കൊണ്ട് കാർ എടുത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. അവൾ അവിടെ ചെന്ന് കുറേ അവരെ വിളിക്കും. പക്ഷെ ആരും വാതിൽ തുറക്കില്ല. അങ്ങനെ തിരിച്ചു പോകാൻ നിൽക്കുന്ന നേരം കതക് തുറക്കും. അകത്ത് കയറി അവൾ ചേച്ചിയെ വിളിക്കും. ഞാൻ മുകളിലുണ്ട്, നീ മുകളിലേക്ക് കയറി പോയോ? അത് കേട്ടപാടെ അവൾ മുകളിലേക്ക് ചേച്ചിയുടെ മുറിയിലേക്ക് ചെല്ലും. അവൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പിന്നെ ആര് തന്നെ മുകളിലേക്ക് വിളിച്ചത് എന്ന ഡൗട്ടില്ല പോളി. ചെന്നപാടെ പോളി ചേച്ചിയെ വിളിച്ചുണർത്തും. അവളുടെ കണ്ണ് തുറക്കും. പക്ഷെ യാതൊരു റെസ്പോൺസ് ഉണ്ടാകില്ല. അവളുടെ രണ്ട് കണ്ണും അങ്ങ് മേലോട്ട് നോക്കിയിട്ടാണ് കിടക്കുന്നത്. ഇത് കണ്ട് പേടിച്ച് ഇനി ചേച്ചിയുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് വിചാരിച്ച് വേഗം മോളുടെ മുറിയിലേക്ക് ചെല്ലും. മോളും അതുപോലെ ആകാശത്തേക്ക് നോക്കി കിടപ്പുണ്ട്. ഇവൾ ആ കൊച്ചു മരിച്ചെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് കരയും. അതേ നേരം ഒരു പാട്ട് കേൾക്കും. ഉടനെ അവൾ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലും. അവിടെ റേഡിയോ ഓണായിരിക്കും.
അത് അവൾ വേഗം ഓഫാക്കി. അതേസമയം അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ പെട്ടിയും മണൽ ഘടികാരും ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഇതെങ്ങനെ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പെട്ടിയെടുത്ത് അവൾ വലിച്ചെറിയും. ഇതേ നേരം അവൾക്ക് നിറയെ ഫോൺ കോൾ വരാൻ തുടങ്ങി. ആ വീട്ടിൽ 2-3 ഫോണുണ്ട്. അതെല്ലാം ഒരേ നിമിഷം അടിക്കാൻ ആരംഭിക്കും. ഇപ്പൊ അതിലൊരു ഫോണ് ഇവളെടുക്കും. മറുവശത്ത് ചേച്ചിയുടെ മകളാ. സമയം വളരെ കുറവാ. എത്രയും പെട്ടെന്ന് 3ാമത്തെ കാര്യം ചെയ്തു തീർക്കണം. 3ാമത്തെ കാര്യം ഇവൾക്ക് എന്താ വേണ്ടതെന്ന് ആ പെട്ടിയിലിടാം. വേഗം ചെയ്യെന്ന് പറഞ്ഞ് ആ ദുരാത്മാവ് അവൾ ടെൻഷനാക്കും. ഇവളും ഒരു കത്തിയെടുത്ത് ചേച്ചിയുടെ മോളുടെ മുറിയിൽ പോയി അവളുടെ മുടി കുറച്ച് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് ആ പെട്ടിയിൽ വെച്ച് അടയ്ക്കും. കുറച്ച് സമയം കഴിഞ്ഞ് പെട്ടി തുറന്നു നോക്കിയാൽ അതിൽ മുടി ഉണ്ടാകില്ല. ഇവളുടെ ചേച്ചിയുടെ മകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാ അത് ചെയ്തത്. ഇതിനുശേഷം കുഞ്ഞിനെ നോക്കി അവൾ മുകളിലേക്ക് ചെല്ലും. കുഞ്ഞ് ജീവനോടെ തന്നെയുണ്ട്. അവൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നാൽ അധികം വൈകാതെ കുഞ്ഞിന്റെ മുഖത്ത് നിറയെ കുത്തു വരാൻ തുടങ്ങി. വളരെ കൊടൂരമായിട്ടുള്ള രൂപമായി മാറി. ഇത് കണ്ട് പേടിച്ച് പതറി പോളി താഴെ വീഴും. അവിടെ ഇരുന്ന ബെഡിലേക്ക് നോക്കിയാൽ ഇന്നേരം കുഞ്ഞ് അവിടെ ഉണ്ടാകില്ല. കട്ടിലിന്റെ ഒരു ഓരത്ത് നിന്ന് വളരെ ക്രൂരമായ മുഖഭാവത്തോടെ പോളി അവൾ നോക്കും. ഈ കാഴ്ച കണ്ട് ഭയന്ന് പോളി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ കുട്ടി ഇവളുടെ കാല് പിടിച്ച് വലിച്ചെടുത്ത് അവളുടെ ദേഹത്ത് കയറിയിരുന്ന് കത്തി ഉപയോഗിച്ച് ചക്കെന്ന് നെഞ്ചിൽ കുത്തിയിറക്കി. പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ അവൾ താഴെയാണുള്ളത്. ഇതുവരെ കണ്ടതൊക്കെ സ്വപ്നാന്നാ തോന്നുന്നത്. ഇന്നേരം അവളുടെ മുൻപിൽ പെട്ടിയും മണൽ ഘടികാരം ഇരിപ്പുണ്ട്. അത് കണ്ട് നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നെ വിട്ടേക്ക്. ദാ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനം പിടിച്ചെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലും കാലിലുള്ള എല്ലാ ഓർണമെന്റ്സും ഊരി പെട്ടിക്കുള്ളിൽ വെക്കും. അതെല്ലാം തന്നെ അതെടുക്കും. ഇപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ആ മുത്തശ്ശി ഇവളുടെ വീട്ടിലേക്ക് വന്ന് ആദ്യം ആ പെട്ടിയാണ് അവൾക്ക് കാണിച്ചത്. അതുപോലെ താനും ഇതേ പ്രവൃത്തി ചെയ്യണമെന്ന് വിചാരിച്ച് ആ പെട്ടിയും എടുത്ത് അടുത്തടുത്തുള്ള വീടുകളിലേക്ക് പോകും. ആരെങ്കിലും കതക് തുറക്കാൻ നോക്കും. പക്ഷെ ഒരുത്തനും കതക് തുറക്കില്ല. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നടു റോട്ടിൽ നിൽക്കുക. അതേസമയം ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെയുള്ള മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കതകിൽ തട്ടും. ഉടനെ ആ വീട്ടിലെ ലേഡി വന്ന് കതക് തുറക്കും. എൻ്റെ ഫോണ് മിസ്സായി, എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ ചേച്ചി ഒന്ന് വിളിക്കണം, ഫോൺ തരൂ. ആ സ്ത്രീക്ക് ഇവളെ കണ്ട് പാവം തോന്നി. ശരി വാ, അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് ക്ഷണിക്കും. പോളിയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ട് ആ സ്ത്രീ എന്തു പറ്റി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നൊക്കെ കേൾക്കും. ഈ സമയം പെട്ടി ആ സ്ത്രീയുടെ മുൻപിലേക്ക് വെച്ച് അവളുടെ പേര് ടാര. ടാര, നീ അധികം വൈകാതെ മരിക്കുമെന്ന് പറയും. ഇത് കേട്ട് എന്തത്, ഈ പാതിരാത്രി വീട്ടിൽ കയറി വന്ന് ഈ പെണ്ണെന്താ പിച്ചും പേരും പറയുന്നതെന്ന് ആലോചിച്ച് ഹീറോയിൻ മുത്തശ്ശിയോട് ചെയ്തതുപോലെ ടാര പോളി ഗെറ്റൗട്ട് അടിക്കും. ഇപ്പോൾ വീട്ടിലെത്തിയ ഹീറോയിൻ്റെ അടുത്തേക്ക് മുൻപ് കണ്ട ആ മുത്തശ്ശി പെട്ടിയും പിടിച്ചു വരും. ഇത് നിന്റെ ജീവൻ കേൾക്കുന്നുണ്ട്, നിന്റെ ജീവൻ അതിന് കൊടുക്കുമെന്ന് പറഞ്ഞ് പെട്ടി അവളുടെ നെഞ്ചിൽ വെച്ച് അമർത്തും. ഈ സമയം ഹീറോയിൻ അവളുടെ ഉള്ള ശക്തി ഉപയോഗിച്ച് മുത്തശ്ശിയെ തള്ളിയിടും. വീണ വീഴ്ചയിൽ മുത്തശ്ശിക്ക് അവിടുന്ന് ഒരു കത്രിക കിട്ടും. കത്രിക എടുത്ത് അവളെ കുത്താൻ പാഞ്ഞു വരും. മുത്തശ്ശിയുടെ വരവം കണ്ട് ഹീറോയിൻ കൈ വെച്ച് തടയും. ഉടനെ മുത്തശ്ശി അവളുടെ കയ്യിൽ കുത്തും. ഇപ്പൊ ഹീറോയിൻ ആ കത്രിക വാങ്ങി മുത്തശ്ശിയുടെ വയറ്റിൽ ഒറ്റ കുത്ത. ഇതോടെ മുത്തശ്ശി താഴെ വീണു. ഈ സമയം അവൾ മുത്തശ്ശിയോട് ഈ പെട്ടി നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്, ആരാ തന്നേ എന്നൊക്കെ കേൾക്കും. എനിക്കൊന്നും അറിയില്ല, എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു, അവളെ എനിക്ക് ഈ പെട്ടി തന്നത്. ഈ പെട്ടി കാരണം ഇനിയും കുറേ കൊലപാതകങ്ങൾ നടക്കും, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇത്രയും പറഞ്ഞ് മുത്തശ്ശി മരിക്കും. മുത്തശ്ശി പറഞ്ഞതെല്ലാം കേട്ട് അവൾ മണൽ ഘടികാരം നോക്കിയാൽ അതിൽ മണൽ താഴോട്ട് കുറച്ചായിട്ട് ഊർന്നു വീഴുന്നുകൊണ്ടിരിക്കുക. മണൽ മുഴുവൻ താഴോട്ട് വീണ് കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആലോചിച്ച് അവൾ തേങ്ങി കരയും. അവിടെ സീൻ കട്ട് ചെയ്തൽ അടുത്ത ദിവസം കാലത്ത് ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയും മോളും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണിക്കുന്നത്. അവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. ചേച്ചി താഴോട്ട് ഇറങ്ങി വന്ന് നോക്കിയാൽ താഴെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി കിടപ്പുണ്ട്. ഇപ്പുറത്തെ ഹീറോയിൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നോക്കിയാൽ അവളുടെ കയ്യിൽ ഒരു വിരലുണ്ടാവില്ല. ഇന്നലത്തെ മഹാസംഭവത്തിൽ വിരൽ പോയ കാര്യമെല്ലാം അവൾക്ക് ഓർമ്മ വരും. ശേഷം അവൾ പുറത്തിറങ്ങി നോക്കിയാൽ മുൻപ് ഒരു ആന്റി കത്തി കൊണ്ട് കുത്തി മരിച്ചില്ലേ, ആ ആന്റി ജീവനോടെ നിൽക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ അവൾ ചേച്ചിയുടെ മകളെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്നാൽ കുഞ്ഞ് ജീവനോടെ തന്നെയുണ്ട്. അവളെ കണ്ട് പോളി ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവിടുന്ന് പോളി പിന്നെ നേരെ ഇന്നലെ ബോക്സ് കൊടുത്ത ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് ഇന്നലെ ഞാൻ തന്ന ബോക്സ് തിരിച്ചു തായോന്ന് കേൾക്കും. എന്താ, ഏത് ബോക്സിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പെണ്ണെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇന്നലെ തന്നെയല്ലേ പെട്ടി കൊടുത്തത്, അപ്പോഴേക്കും മറന്നോ? അതോ ഓർമ്മയില്ലാത്ത പോലെ അഭിനയിക്കാണ്? ആകെ ഒരു കൺഫ്യൂഷനിൽ ഹീറോയിൻ അവിടുന്ന് തിരിച്ചു പോകും. ഇപ്പൊ തിരിച്ച് ടാരയെ കാണിക്കുന്നുണ്ട്. അവളും ആ പെട്ടിയുമായിട്ട് കളിച്ച് അവളുടെ കയ്യിൽ ഒരു വിരൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ ക്യാമറ തിരിച്ച് വീട് ചുറ്റി കാണിച്ച അവളുടെ അമ്മയും അച്ഛനും ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതാ കാണിക്കുക. ഇതുപോലെ ക്രൂരമായ രംഗം കാണിച്ച് ഈ മരണപ്പെട്ടിക്ക് ഒരിക്കലും അവസാനമില്ലെന്ന് പറഞ്ഞു വരിക. പോളി ഈ ഗെയിമിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്തതിനാൽ
അവളും അവളുടെ ഫാമിലിയും രക്ഷപ്പെട്ടു. ടാര രക്ഷപ്പെടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.